52ാമത് ജൂനിയറും 42ാമത് സബ് ജൂനിയർ കേരള സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. നാല് ദിവസമായി നീണ്ടു നിൽക്കുന്ന ഈ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ നിന്ന് സെലക്ഷൻ കിട്ടുന്ന കുട്ടികളാണ് സബ് ജൂനിയറും ജൂനിയർ നാഷണലിലും പങ്കെടുക്കുന്നത്. ഈ കഴിഞ്ഞ മത്സരങ്ങളിൽ കേരളത്തിന് ഒരുപാട് നേട്ടം ഉണ്ടാക്കി തന്ന കുട്ടികളാണ് ഈ വർഷവും മത്സരിക്കാൻ എത്തിയിട്ടുള്ളത്. കേരള അക്വാട്ടിക് അസോസിയേഷനെ സംബന്ധിച്ചുള്ള 14 ഡിസ്ട്രിക്റ്റും ജില്ലാ ചാമ്പ്യൻഷിപ്പ് നടത്തിയിട്ടാണ് ഇവിടെ കുട്ടികളെ കൊണ്ടുവരുന്നത്. ജില്ലാ ചാമ്പ്യൻഷിപ്പ് നടത്താതെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിന് ആരും തന്നെ നടത്തുന്നില്ല. നമ്മുടെ സംസ്ഥാനത്ത് നിന്നും ദേശീയ മത്സര വേദികളിലെത്തുമ്പോൾ ഏറെ പ്രതീക്ഷയുള്ള ഒരു മത്സര ഇനമാണ് നീന്തൽ മത്സര വേദി എന്ന് നമുക്കെല്ലാം അറിയാം. കേരളത്തിലെ കായിക രംഗത്തിന് ഗവൺമെൻറ്റുകൾ നൽകുന്ന ഊന്നൽ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല. നമ്മുടെ സംസ്ഥാനത്ത് മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ വളരെ ശ്രദ്ധാപൂർവമാണ് കായിക രംഗത്ത്, വിദ്യാഭ്യാസ മേഖല പോലെ കായിക രംഗത്ത് ശ്രദ്ധിക്കുന്നത്. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഞാനുൾപ്പെടെ ക്യാബിനറ്റിൽ പങ്കാളിയായിരുന്നത് കൊണ്ട് എനിക്ക് നേരിട്ട് അറിയുന്നത് പ്രത്യേക പരിഗണന കായിക മേഖലയിലെ ചെറുപ്പക്കാർക്ക്, വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. ആ മത്സരങ്ങളിൽ മാറ്റുരച്ച് റെക്കോർഡുകൾ സൃഷ്ടിക്കുവാനും അടുത്ത നാഷണൽ മത്സരത്തിൽ പങ്കെടുത്ത് നമ്മളെ വിജയക്കൊടി പാറിപ്പിക്കുവാനും എല്ലാ കുട്ടികളും ആത്മാർത്ഥമായി തന്നെ കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്ന് ആ മത്സരത്തിൽ പങ്കെടുത്ത് വിജയികളാകണമെന്നും ഈ മത്സരവേദിയിൽ പങ്കെടുത്ത എല്ലാ സുഹൃത്തുക്കൾക്കും വളരെ സന്തോഷത്തോടു കൂടി ഞാൻ അഭിവാദ്യം ചെയ്യാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. 52nd ജൂനിയർ ആൻഡ് 42nd സബ് ജൂനിയർ സ്റ്റേറ്റ് അക്വാട്ടിക്സ് ചാമ്പ്യൻഷിപ്പ് 2026 ഓപ്പണിൻ്റെ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു.